ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് NCERT എക്സൈസ് ക്വസ്റ്റ്യൻ നമ്പർ 0.7 ആണ്. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ NCERT എക്സൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ NCERT എക്സൈസിൽ 3.9 ആണ്. തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻസ് വീഡിയോസ് കാണാതെ നിർബന്ധമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് ടൈം കളയേണ്ട. എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഡിറ്റർമിൻ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ എന്നുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫോർമാറ്റ് ആണല്ലേ. അതിൽ ഓരോ ബ്രാഞ്ചിലുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ചില്ലറക്കാരിയല്ല. ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂവെങ്കിലും നമ്മൾ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂളും വോൾട്ടേജ് റൂളും ഒക്കെ കൊടുത്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. നന്നായിട്ട് പോസ് ചെയ്ത് കാണാം. കുറച്ച് ലെങ്തി മേ ബി ആയേക്കാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ. അപ്പോൾ കറക്റ്റ് നിങ്ങൾ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എപ്പം ചെയ്യുന്ന പോലെ നമുക്ക് തന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് സർക്യൂട്ടാണ് തന്നെ അതിനങ്ങനെ എടുത്ത് വരച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ സർക്യൂട്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഓരോ പോയിന്റുകളൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇവിടെ ഈ പോയിന്റിന് ശരിക്കും ശ്രദ്ധിക്കണേ. നിങ്ങളിതുപോലെ നോട്ട് ചെയ്ത് വെക്കുക. എ ഉണ്ട്, നല്ല കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബി ആൻഡ് അതുപോലെ ലെങ്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. അതുകൊണ്ട് ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നതിന് ചാൻസ് കുറവാണ്. ബട്ട് നന്നായിട്ട് നിങ്ങൾ ഒരു എൻട്രൻസ് ഒക്കെ ലെവലിൽ നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, കീം NET JEEൻ്റെ കേസിലൊക്കെ ഈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരുന്നേ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്ര കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. നമുക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ കറണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അത് ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. കിർച്ചോഫിൻ്റെ ജംഗ്ഷനും വോൾട്ടേജ് റൂളും അറിഞ്ഞിരുന്ന് ബേസിക് ന്യൂമറിക്കൽസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം പോസിറ്റീവ് ഉണ്ട്, ഇവൻ നെഗറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കറണ്ട് ഒഴുകും. ഈ കറണ്ടിന് I എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. തുടങ്ങുമ്പോൾ I1 എന്ന് വിളിക്കാം. ഈ കറണ്ടിന് I1 എന്ന് വിളിക്കുകയാണ്. ഇവിടെ എത്തിയിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ 10 ഓമിൽ കൂടി ഒഴുകുന്ന കറണ്ടിന് I2 എന്ന് വിളിക്കുകയാണ്. ഈ 5 ഓമിൽ കൂടി ഒഴുകുന്ന കറണ്ട് I3. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് പോസ് ചെയ്ത് കാണാം. അപ്പോൾ ഈ I2 ഇതിൽ കൂടി ഒഴുകി വരുന്നു. അപ്പോൾ B എന്ന് പറയുന്ന ജംഗ്ഷൻ കിട്ടും. എഗെയിൻ ആ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യൊരു കാര്യം ചെയ്യാം. ഈ 5 ഓമിൽ കൂടി ഒഴുകുന്ന കറണ്ട് I4 ആണെങ്കിൽ I2 നിന്ന് I4 ഒഴുകി. അപ്പോൾ ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? I2 മൈനസ് I4 ആണ് ഈ 5 ഓമിൽ കൂടി ഒഴുകുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ I3 കൂടി ഒഴുകി വരുന്നുണ്ട്. I4 ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്രയായിരിക്കും? I3 പ്ലസ് ആരായിരിക്കുമെന്ന്? I4 ആയിരിക്കും. അപ്പോൾ I3 പ്ലസ് I4 ഇതിൽ കൂടി വന്നു. I2 മൈനസ് I4 വന്നു. അപ്പോൾ രണ്ടാളും കൂടി ജോയിൻ ചെയ്തിട്ട് ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട് നമ്മൾ ആദ്യത്തെ കറണ്ടായിട്ടുള്ള I1 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ആ സർക്യൂട്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി പോസ് ചെയ്ത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറണ്ടുകളെക്കുറിച്ചുള്ള ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി എൻ്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ. ഓരോ ബ്രാഞ്ചുകൾ എടുത്തിട്ട് ഓരോ ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ അത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആദ്യത്തെ ഇതുണ്ടോ, ഈ ABDA എന്ന് പറയും. ശരിക്കും മനസ്സിലാക്കണം മക്കളെ. ABDA എന്ന് പറയുന്ന ആ ലൂപ്പിൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ഞാൻ എല്ലാം എഴുതാൻ നിൽക്കുന്നില്ല. ABDAയിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്? കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ABDAയിൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതാ 10ഉം ഇവിടുത്തെ കറണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്രയായിരിക്കും വോൾട്ടേജ് ഉണ്ടാവുക? 10I2. അതുപോലെ ഞാൻ ഇത് ഓരോന്നും വായിക്കോട്ടെ. അപ്പോൾ ഫൈനൽ ആൻസർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 10I2 പ്ലസ് 5I4. ഇതിൽ കൂടി വരുമ്പോൾ 5I4 ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോകുമ്പം I3യും 5I3 ഉണ്ട്. പക്ഷേ അത് ഞാൻ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ക്ലിയർ ആണോ? ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ. ഞാൻ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷേ ഈ I3 എന്ന് പറയുന്ന കറണ്ട് ഞാൻ പോകുന്നതിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ആരാ വരിക? -5I3 ഇസ് ഈക്വൽ ടു ആര് എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. -5I3 ഇസ് ഈക്വൽ ടു ആരാ കിട്ടുക? 0 എന്ന് കിട്ടും. ആ ഒരു കാര്യം ഓർമ്മിക്കുക. അപ്പോൾ നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10I2 പ്ലസ് 5I4 മൈനസ് 5I3 ഇസ് ഈക്വൽ ടു ആരാണ്? 0 ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2I2 പ്ലസ് I4 ഈ I1 I2 I3 I4 കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, -I3 ഇസ് ഈക്വൽ ടു ആരാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്യും. -I3 അപ്പുറത്ത് കിടത്തിട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് I3ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാലോ 2I2 പ്ലസ് I4 ആയിരിക്കും. ശരിക്കും ശ്രദ്ധിക്കണം നമുക്ക്. നല്ല ലെങ്തിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോബ്ലമാണ്. 2I2 പ്ലസ് I4. ഇത് കുറേ ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവനെ വേണം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പോൾ I3 ഈക്വൽ 2I2 പ്ലസ് I4 ആണ്. ഇത് ജസ്റ്റ് നോട്ട്
ചെയ്യണം. ഇത് ഓരോന്നിങ്ങനെ വായിക്കുകയാണ്, അപ്പോൾ എനിക്ക് വേറെ രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഞാനിവിടെ എൻ്റെ ഈ ഫിഗറിൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു ബോർഡിലൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. I3 പ്ലസ് എത്രയാണ്, I3 പ്ലസ് 2I2 പ്ലസ് I3 ഈക്വൽ 2I2 പ്ലസ് I4. ഓക്കെ ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാണ്. ആ ഭാഗം റബ്ബ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അടുത്ത ആടെ അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നെക്സ്റ്റ് സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അവിടെ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ലൂപ്പായിട്ടുള്ള ABDA എന്ന് പറയുന്ന ലൂപ്പിലാണ് ഞാനിപ്പോൾ എന്ത് കൊടുത്തിരിക്കുന്നത്, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എനിക്ക് കൊടുക്കേണ്ടത് അടുത്തൊരു ലൂപ്പ് നോക്കാം. ഏതാണ് വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ ലൂപ്പ് നോക്കാം, BCDB എന്ന് പറയുന്ന നെക്സ്റ്റ് അതുപോലുള്ള ലൂപ്പ്. ഫൈനൽ ആൻസർ നോട്ട് ചെയ്യുന്നത് ഈ ലൂപ്പ് കേട്ടോ. ഇപ്പുറത്തെ ലൂപ്പ് ഉണ്ടോ, ഈ BCDB എന്ന് പറയുന്ന ഈ ലൂപ്പാണ് നോക്കാൻ വേണ്ടി പോകുന്നത്, BCDB. അപ്പോൾ BCDB എന്ന് പറയുന്ന ലൂപ്പിൽ ഇതുപോലെ നമ്മൾ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഫിഗർ എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 5ഉം I2 മൈനസ് I4 ഉണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ്. 5 ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോ. 5 I2 മൈനസ് I4 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഈ ഒരു കറണ്ട്, ഇതിൽ കൂടി ഒരു കറണ്ട് വരുന്നുണ്ട്. ആ കറണ്ട് I3 പ്ലസ് I4 10. അതായത് ആദ്യം നിങ്ങൾ വരച്ച ഫിഗർ നോക്കട്ടെ, എൻ്റെ ഫിഗർക്ക് ചിലപ്പം ഡൗട്ട് വരും. അപ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -10 I3 പ്ലസ് I4 ആണ് വരിക. -10 I3 പ്ലസ് I4. ഓക്കെ, -10 I3 പ്ലസ് I4 വരും. അതുകൊണ്ട് താഴെ തരാം. -10 I3 പ്ലസ് I4 പ്ലസ് I4 കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനി മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. ഇവിടെ 5 ഉണ്ട്, I4 ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന ഓപ്പോസിറ്റ് ആണ് അത് വരുന്നത്. അപ്പോൾ -5 × I4 = എത്രയാണ് കിട്ടുക, 0 ആണ് കിട്ടുക. -5 I4 = 0. അപ്പോൾ ഇതിൻ്റെ 5 ഈ 5നെ ഉള്ളിലേക്ക് എടുത്തതിന് 5I2 മൈനസ്, ഞാൻ കോൺസെപ്റ്റ് പറയാം മക്കൾ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഈ ഭാഗം ഇവിടെ നിന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് വെക്കാം. തന്നെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. -10 I3 എന്നുള്ളതിനെ താഴെ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുത്തതിനെ നിങ്ങളൊന്ന് നോക്കട്ടെ. ഞാൻ അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 5-നുള്ളിലേക്ക് എടുത്ത് അതിൽ 10ന് ഈ I3ക്കും I4-നൊക്കെ ഒന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഈ രണ്ടാമത്തെ ഇക്വേഷൻ, നേരത്തെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു I2-ന്, I3ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ എനിക്ക് ഒരു I2-ന് ഇക്വേഷനാണ് കിട്ടുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 2I3 പ്ലസ് എനിക്ക് എത്ര കിട്ടിയത്, 2I3 പ്ലസ് 4I4 എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം മക്കളെ. ഓക്കെ, I2 = 2I3 ആണ്. ഞാൻ പറയുന്നതും കൂടി ശ്രദ്ധിക്കണേ. ഫിഗർ ക്ലിയർ ആവുന്നില്ലെങ്കിൽ, ബോർഡ് സ്ക്രീൻ ക്ലിയർ ആവുന്നില്ലെങ്കിൽ, I2 = 2I3 പ്ലസ് 4I4. കോണ്ടാക്റ്റ് ചെറിയതുണ്ട്, ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. I2 = 2I3 പ്ലസ് 4I4. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ എന്തെന്ന് വിളിക്കുകയാണ്, 2 എന്ന് വിളിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട്, ആദ്യത്തെ ഇതും ഈ രണ്ട് സർക്യൂട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് നമ്മൾ ഈ ഓൾ സർക്യൂട്ടാണ്. ഓക്കെ, ഞാൻ ഇത് ഫുള്ള് റബ്ബ് ചെയ്യാണ് മക്കളെ. കാരണം എൻ്റെ സർക്യൂട്ടിൽ ഞാൻ ഫുള്ള് വരച്ചിട്ട് അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം അതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഓരോ സർക്യൂട്ട് എടുക്കുമ്പോൾ നോട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതൊരു ഈ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സർക്യൂട്ടും കൂടി ഒന്ന് നോക്ക്. ഞാനിവിടെ വരച്ച് വെച്ച സർക്യൂട്ട് ഒന്ന് വെച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാര്യങ്ങൾ എഴുതി തരാം. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് കാര്യങ്ങൾ ABCD എന്നൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവണം. ABCDയും Eയും Fഉം ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ സർക്യൂട്ടിൽ നോക്കിയാൽ മതി. എന്നാലേ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് മറ്റൊരു സർക്യൂട്ട് എടുക്കാനാണ് പോകുന്നത്. നമ്മൾ വലിയൊരു സർക്യൂട്ട്, അതേ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എഴുതി തരാം. AB നമ്മൾ ഫുള്ള് വരുമ്പോൾ ആരാ വരുന്നത്, AB ഉണ്ട്. പിന്നെ അവസാനം C അല്ല ഉണ്ടായിരുന്നു, ABC, F ഉണ്ട്. പിന്നെ ആരുണ്ടാകും, E ഉണ്ട്. പിന്നെ A ഉണ്ട്. ആ ഒരു പുറത്തേ കൂടിയുള്ള ആ ഒരു ലൂപ്പാണ് മക്കളെ ഞാൻ ഇനി കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൂപ്പിൻ്റെ കേസിൽ നമ്മളൊരു സെല്ലൊക്കെ അവിടെ വരുന്നുണ്ട്. ആ സെല്ലിൻ്റെ EMF ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂള് അവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂള് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ കിട്ടുന്ന നെറ്റ് വോൾട്ടേജ് എന്നാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. മക്കൾ നിങ്ങൾ പോസ് ചെയ്ത് കാണാം. ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന കേസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അവിടെ ചെയ്തപ്പോൾ കിട്ടിയത് നിങ്ങൾ നോക്കണേ. എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 10I1 എന്നിങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ ഓക്കെ 10I1 എന്ന് പറയുമ്പോൾ ഞാനൊരു സെല്ലിൻ്റെ ആ പോസിറ്റീവ് എന്ന് തുടങ്ങിയിട്ടുണ്ട്. സെല്ലിൻ്റെ ആ ഭാഗത്ത് ഒരു 10 ഓം ഉണ്ടായിരുന്നു, I1 വരുന്നു. 10I1
പിന്നെ ആരാളുള്ളത് മുകളിലോട്ട് പോയപ്പോൾ പ്ലസ് 10i2 ഉണ്ട്. എ ബീൻ്റെ ആ ഭാഗത്താണ് 10i2 ഉണ്ടായിരുന്നത്. 10i2 പ്ലസ് ബി സിൻ്റെ ഭാഗത്തുള്ള കറണ്ടാണ്, ബി സിയിലുണ്ടാകുന്ന കറണ്ട് ഒഴുകുന്നത് 5 - i2 - ആണ്. പിന്നെ കഴിയുന്നില്ലേ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ മൈനസ് സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ് എനിക്ക് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ -10 എന്ന് വിളിക്കേണ്ടി വരും. നെഗറ്റീവിലേക്ക് പോകുന്നതുകൊണ്ടാണ് -10 എന്ന് വിളിച്ചത്. =0 എന്ന് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഈ -10 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെയാണ്. 10 ഇവിടെ ആരുണ്ട്? i1 ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഈ 10i2 ഈ 5i2 കൂട്ടുമ്പോൾ 15i2 ആയില്ലേ. 15i2 അവിടെ കിട്ടുന്നുണ്ട്. 15i2 ഉണ്ട് പ്ലസ് പിന്നെ ഇവൻ എഴുതാം 10i1 എന്നിട്ട് മൈനസ് എഴുതാം 10i1 മൈനസ് ഈ 5ഉം i4 മൾട്ടിപ്ലൈ ചെയ്താൽ -5i4 എന്ന് നമുക്ക് കിട്ടും. -5i4 ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾക്ക് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്ന് കുറച്ചും കൂടി നൈസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് 2നെ കൊണ്ട് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. പ്ലസ് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. -5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ i4 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവനെ വേണം ഒരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ തൊട്ട് മുമ്പ് 2 ഇക്വേഷൻസ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടി ക്ലബ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 3 അവിടെ വെക്കട്ടെ. ഇക്വേഷൻ നമ്പർ 3 അവിടെ സെറ്റാണ്. അപ്പോൾ എനിക്കിനി ബാക്കിയുള്ള ആ ഒരു ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ലും കിട്ടിയ ആൾക്കാർ എന്തൊക്കെയാണ്? ഇക്വേഷൻ നമ്പർ 1ൽ കിട്ടിയ ആൾ i3ന് ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 2ൽ കിട്ടിയതാണെങ്കിൽ i2ന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ i2നും i3നും ഇക്വേഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. കറക്റ്റ് നിങ്ങളത് നോട്ട് ചെയ്യണം. ഞാൻ വേണം ഒന്നും കൂടി i3നും i2ൻ്റെ ഇക്വേഷൻസ് കാരണം നമുക്ക് 3 കൂടി ക്ലബ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ആ 2 ലൂപ്പുകളിൽ നിന്നും കിട്ടിയ നെറ്റ് വോൾട്ടേജ്, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് കൊടുത്തപ്പോൾ കിട്ടിയ ഇക്വേഷൻസ് ഇതൊക്കെയായിരുന്നു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i2 = 2i3 പ്ലസ് 4i4 എന്നാണ് എനിക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണ്. ഇക്വേഷൻ നമ്പർ 2 ഇവനാണ്. ആദ്യം കിട്ടിയ ഇക്വേഷൻ എനിക്ക് i3ൻ്റെ ഇക്വേഷനാണ് കിട്ടിയത്. i3 = 2i2 പ്ലസ് i4 എന്നാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുകയാണ്. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3ൽ എനിക്ക് കിട്ടിയ 2 = എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. i3ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. 2 × ഈ i2 ഇല്ലേ, കണ്ടോ, ഈ i2ന് പകരം ശ്രദ്ധിക്കണം സിംപ്ലിഫിക്കേഷൻ. ഈ i2ൻ്റെ ഇക്വേഷൻ അല്ലേ ഇത്. അപ്പോൾ ഈ i2ന് പകരം 2i3 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 1നെ ഞാനിങ്ങനെ മാറ്റി എഴുതിയാണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? i3 കാരണം കുറച്ച് ലെങ്തിയാന്ന് കണ്ടോ നിങ്ങൾ. 2 × i2ന് അവർ എന്ത് കൊടുക്കണം? 2i3 പ്ലസ് 4i4 പ്ലസ് പുറത്ത് ഈ i4 പ്ലസ് i4. ഓക്കെ, അത് കിട്ടി. ഇനി അതിനൊന്നും ബോക്സിൻ്റെ ഉള്ളിലേക്കെല്ലാം എടുത്ത് ഒന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്കെല്ലാം എടുത്ത് ഇപ്പോൾ ഇനി ഈ ടീമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെടുത്തിട്ട് എനിക്ക് ലാസ്റ്റ് പരിപാടി ഈ i3ൻ്റെ ഇക്വേഷൻ അത് കൊടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ മായ്ച്ചെഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. തുടങ്ങുമ്പോൾ വിചാരിച്ചു പോയി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങി. ബട്ട് ഇത് നല്ല ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും തുടങ്ങിയില്ലേ, ഒന്ന് ഫിനിഷ് അടിക്കാം. അപ്പോൾ i3 = നെക്സ്റ്റ് എന്താ വരിക? i3 = ഈ 2നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. 2നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ 2 × 2 4i3 പ്ലസ് ഈ 2നെ ഓക്കെ ഈ 2നെ 4 ഇവിടത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 8 ആര് വരും? 8i4 പ്ലസ് i4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ i3യും ഈ 4i3 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ i3 - 4i3 അതിനെ ഡയറക്റ്റ് ചെയ്യുകയാണ്. അതിനൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. -3i3 ഉണ്ടാകും. 8i4ഉം i4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8i4ഉം i4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 9i4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 9ഉം 3യും കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ LHSൽ ആരേ ഉണ്ടാവുള്ളൂ? -i3 = RHSലാണെങ്കിൽ ഒരു 3 ഉണ്ടാവും അല്ലേ. 3i4 ഉണ്ടാവും. 3i4 ഉണ്ടാവും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ -3i4 = i3 എന്ന് അങ്ങനെ വേണമെങ്കിൽ നേരെ തിരിച്ചും വിളിക്കാം. ഓക്കെ,
അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കിട്ടി. ഇപ്പോൾ I3യും I4 തമ്മിലുള്ള റിലേഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കാരണം എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് I2ൻ്റെ ഇക്വേഷൻ വേഗം കിട്ടും. കാരണം I2 അല്ലേ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, സോറി, ഫസ്റ്റ് ഇക്വേഷന്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ I3ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇങ്ങനെയായിരുന്നു. ഞാൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്, ഡോണ്ട് വെറി. ഇക്വേഷൻ നമ്പർ 2 ഇങ്ങനെ ഉണ്ടായിരുന്നു, സോറി ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. I3 ഇസ് ഈക്വൽ ടു ആര് വരും? I3ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു. എന്താണ് I3ൻ്റെ ഇക്വേഷൻ? 2I2 പ്ലസ് I4 ആയിരുന്നു I3ൻ്റെ ഇക്വേഷൻ. 2I2 പ്ലസ് I4 ആയിരുന്നു ആരുടെ ഇക്വേഷൻ? I3ൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഓക്കെ, നമ്മൾ ഈ I3നെ പകരം കണ്ടുപോവാം. ഈ -I3 എന്ന് പറഞ്ഞാൽ 3I4 അല്ലേ. അപ്പോൾ I3 എന്ന് പറഞ്ഞാൽ എന്താ? I3 എന്ന് പറഞ്ഞാൽ -3I4. അപ്പോൾ I3ക്ക് വരെ ഞാൻ എന്ത് കൊടുക്കുകയാണ്? -3I4 ഇസ് ഈക്വൽ ടു 2I2 പ്ലസ് I4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അതവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് I4ഉം I2ഉം രീതിയിൽ കുറേ റിലേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. I3യും I4ഉം തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇപ്പോൾ I4ഉം I2ഉം തമ്മിലുള്ള റിലേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ -3I4ഉം I4, ഈ I4നെ ഞാൻ LHSലേക്ക് എടുക്കുകയാണ്. ഈ LHSലേക്ക് വന്നു കഴിഞ്ഞാൽ -4I4 സിംപ്ലിഫിക്കേഷനാണ്, അതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷനാണെന്ന് പറയാം. -4I4 ഇസ് ഈക്വൽ ടു ആരാണ്? 2I2, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ? -2I4 ഇസ് ഈക്വൽ ടു I2 എന്ന് കിട്ടൂലേ. -2I4 ഇസ് ഈക്വൽ ആര് കിട്ടും? I2 എന്ന് കിട്ടും. വേണമെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 5 അല്ലേ വിളിക്കേണ്ടത്? ഇക്വേഷൻ നമ്പർ 5. തൊട്ട് മുമ്പ് I3യും I4 നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്യണേ, വിളിച്ചില്ലെങ്കിൽ അത് 4 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് I1 നമ്മൾ ഓൾറെഡി കയ്യിലുള്ള കാര്യമാണ്. I1 ഇസ് ഈക്വൽ ടു ആരാണ്? I1ൻ്റെ ഇക്വേഷൻ നമ്മൾ ഫിഗർ നമ്മൾ പറഞ്ഞ കാര്യമാണ്. I1 എന്ന് പറഞ്ഞാൽ I3യും I2യും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫിഗർ നിങ്ങൾ നോക്കണേ, ഫിഗർ നോക്കണം മക്കളെ, എനിക്ക് എല്ലാം കൂടി ആ സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഗർ വ്യക്തമാണ്. I3യും I2യും കൂട്ടിയിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഫിഗർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന കേസിൽ, അതായത് നമ്മൾ I1 ഫ്രം ദ ഫിഗർ I1 ഇസ് ഈക്വൽ ടു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I1 ഇസ് ഈക്വൽ ടു ഞാൻ തൊട്ട് മുമ്പ് അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ I1 ഇസ് ഈക്വൽ ടു I3 പ്ലസ് I2 ആണ്. താഴെ തരാം. ഓക്കെ, I1 ഇസ് ഈക്വൽ ടു ഓരോന്ന് നോട്ട് ചെയ്യാം, വലിയ 2 പേജിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. I1 ഇസ് ഈക്വൽ ടു ആരാണ്? I3 പ്ലസ് I2 ആണ്. I1 ഇസ് ഈക്വൽ ടു ആരാണ്? I3 പ്ലസ് I2 ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ കിട്ടിയ ഈ I1 ഇസ് ഈക്വൽ I3 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 3I2 പ്ലസ് I1 മൈനസ് I4 ഇസ് ഈക്വൽ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷനിൽ പോയിട്ട് കൊടുക്കുമ്പോൾ ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ എന്ത് വിളിക്കുക? ഇക്വേഷൻ നമ്പർ 6 എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ ഇനി. അപ്പോൾ 6നെ ഞാൻ എന്തിലേക്ക് കൊടുക്കുകയാണ്? നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1ലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. നിങ്ങൾ ഓരോന്നും നോക്കുക, നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 പോയിട്ടൊന്ന് നോക്കണേ. ഇക്വേഷൻ നമ്പർ 5 തൽക്കാലം ഒന്ന് റബ്ബിയാണ്, വേറെ രക്ഷയില്ല. കാരണം അത്രത്തോളം സ്പേഷ്യസ് ആകുന്നുണ്ട്, കാരണം മാത്സിൻ്റെ എല്ലാ സ്റ്റെപ്സും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇക്വേഷൻ നമ്പർ 1ൽ ഈ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ പോയി കൊടുക്കുമ്പോൾ അവിടെ 2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, 2 ഇസ് ഈക്വൽ, നിങ്ങൾ നോക്കണേ, അത് 2 ഇസ് ഈക്വൽ ടു 3I2 പ്ലസ് 2I1 എന്നാണ് ഉണ്ടായിരുന്നത്. 2I1ന് പകരം ഇവിടെ ആര് വരും? I3 പ്ലസ് I2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? ഒരു -I4 കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഇക്വേഷൻ. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 2 അങ്ങനെ തന്നെയാണ്. 2നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, 2 അങ്ങനെ തന്നെ ഉണ്ടാകും. ഈ 3I2ഉം ഈ 2I2ഉം കൂടി വരുമ്പോൾ സമയത്ത് അവിടെ 5I2 ഉണ്ടാകും. പ്ലസ് ഈ 2 ഇൻറ്റു I3 2I3 മൈനസ് I4 എന്നുണ്ടാവും. ഇവനിനെ എന്താ വിളിക്കേണ്ടത്? ഇക്വേഷൻ നമ്പർ 7 എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഇനിയുള്ളത് എനിക്ക് I2, ഈ I2 I3 ഞാൻ തൊട്ട് മുമ്പ് കിട്ടിയ 5ഉം
4 and 5 എന്ന് പറയുന്ന ഇക്വേഷൻസ്, 4ലും 5ലും എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? I2ന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, I2ൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെയോ I4ൻ്റെ കേസിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4നും 5നും നമ്മൾ എന്ത് ചെയ്യുകയാണ്? തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. 4ഉം 5ഉം പോയി നോക്കുക. ഇക്വേഷൻ നമ്പർ 4ഉം 5 നിങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ഇക്വേഷൻസ് കറക്റ്റ് നോക്കണേ. 4ഉം 5ഉം എടുത്തിട്ട് ഈ ഇക്വേഷൻ നമ്പർ 7ൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഇക്വേഷൻ, അതും കൂടി റബ്ബ് ചെയ്ത് വെക്കാം. ഒന്ന് പോസ് ചെയ്ത് വെച്ചേ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഈ 7ൽ ഞാൻ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 7ൽ ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആരൊക്കെയാണ്? 4ഉം പിന്നെ അതുപോലെ 5ഉമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഈ I2ന് പകരം എനിക്ക് ആ ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 7 ബിക്കംസ് 5 വിത്തിൻ ബ്രാക്കറ്റ്, അല്ലെങ്കിൽ I2ന് പകരം കൊടുക്കാൻ പറ്റുന്ന ആളാണ് -2I4. ഓക്കെ, പ്ലസ് 2 × I3ൻ്റെ പകരം എനിക്ക് ഇൻ ടേംസ് ഓഫ് I4, ഞാൻ എല്ലാവരും I4ൻ്റെ ടൈമിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3I4 ആണെന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ നമ്പർ 5ൽ പറയുന്നുണ്ട്. അപ്പോൾ -3I4 ആർക്ക് പകരം? I3ക്ക് പകരം. ഈ I3ക്ക് പകരമാണ് ഇത് കൊടുത്തത്. 2 അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ടാകും? -I4 ഇസ് ഈക്വൽ ടു ആര് കിട്ടുമെന്നാണ് പറയുന്നത്? 2 കിട്ടും. നമ്മൾ ഈ 2 അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതെല്ലാം സമാധാനം. ഈ ഇക്വേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് I4 കിട്ടും. ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം എല്ലാം അൺനോണാണ്, അതിൽ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മളെ കയ്യിലുള്ള 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള I3യും ഇത് കിട്ടും. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് I4 കണ്ടെത്താനായിട്ട് പരിപാടി, വേറെ രക്ഷയൊന്നും എനിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുള്ളത്? -5 × -2I4 എന്ന് പറഞ്ഞാൽ -10I4 ഉണ്ട്. -10I4 പ്ലസ് പിന്നെ 2 × -3I4 എന്ന് പറഞ്ഞാൽ -6I4 ആണ്. ഇത് -6I4, പിന്നെ ഒരു -I4 അവിടെ ഉണ്ട്. ഓക്കെ, ഈ -I4 ആണ് എഴുതിയത്. ഇസ് ഈക്വൽ ടു 2 എന്നുണ്ട്. ക്ലിയർ ആണോ? ഇസ് ഈക്വൽ ടു 2. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? -10ഉം -6ഉം -16ഉം -17 -17I4 -17I4 is equal to 2 എന്ന് കിട്ടും. -17. അപ്പോൾ ഈ ഭാഗമെല്ലാം സമാധാനമായി. ഈ ഭാഗമെല്ലാം നമ്മൊന്ന് റബ്ബ് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, മുകൾ ഭാഗമൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് പോയിക്കോട്ടെ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കുക കേട്ടോ. എന്താ -17I4 is equal to 2 ആണെങ്കിൽ I4 is equal to ആരാ വരിക? -2 ഡിവൈഡഡ് ബൈ 17 ആംപിയർ. എൻ്റെ പള്ളി, -2 ഡിവൈഡ് ബൈ 17 ആംപിയർ ആണ് I4. ഒരുത്തനെ കിട്ടി. ഇനി ഒരു പേടിയും പേടിക്കേണ്ട. ഈ ഒരുത്തനെ കിട്ടാൻ കഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എനിക്കും നിങ്ങൾക്കും. ഓക്കെ, കണ്ടവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. നല്ല ലെവലാണെന്ന് നമുക്ക് അവസാനം മനസ്സിലായിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്തൊന്ന് കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. പിന്നെ പറയാം, സിംപ്ലിഫൈ ചെയ്തൊന്ന് വരുന്ന സെറ്റിങ്സ് ഒന്നിട്ട് ചെയ്ത് വരുമ്പോഴുള്ള ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4 പറയുന്നുണ്ട് I3യും I4 നമ്മൾ റിലേഷൻ ഉണ്ട്. I3 is equal to ആരാണ്? -3I4 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, -3 × I4ൻ്റെ വാല്യൂ എത്രയാണ്? I4ൻ്റെ വാല്യൂ എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ 17. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. എത്രയാണ്? മൈനസും പ്ലസ് ആവും. 2 × 3 അല്ലെങ്കിൽ 3 × 2 എന്ന് പറഞ്ഞാൽ 6/17. 6 ഡിവൈഡഡ് ബൈ 17 ആംപിയർ എന്ന് അവിടെ കിട്ടും. ഇനി I2 ഇൻ ടേംസ് ഓഫ് I4 ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. I2 is equal to -2I4 ആണെന്ന് ഞാൻ എൻ്റെ ഡെറിവേഷൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മക്കൾ നിങ്ങൾ ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോക്കുക കേട്ടോ. എനിക്ക് സ്ക്രീനിൽ അത്രയല്ലേ കാണിക്കാൻ പറ്റൂ. I2വും I4 തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? I2 is equal to -2I4. ഈ I4 കിട്ടിയ സ്ഥിതിക്ക് ബാക്കി എല്ലാവരും കിട്ടുള്ളൂ. അതിനെ പറഞ്ഞു, ഒരുത്തിന് കിട്ടിയ ബാക്കി എല്ലാം കിട്ടും. -2I4 എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ 17. -2 ഡിവൈഡഡ് ബൈ 17 ആവുന്നുണ്ട്. -2/17. അപ്പോൾ I2 is equal to ആരാണ്? 4 ഡിവൈഡഡ് ബൈ 17 വരും. 4 ഡിവൈഡഡ് ബൈ 17 ആംപിയർ ആണ് എനിക്ക് I2 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെവലുള്ള പ്രോബ്ലംസാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കല്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് I2 കിട്ടി, I3 കിട്ടി, I4 കിട്ടി. ഇനി എന്താ? I1 അല്ലേ കണ്ടുപിടിക്കണ്ടു. I1 is equal to ആരാണ്? നമ്മൾ ഡെറിവേഷൻ്റെ ഇടയിൽ തന്നെ പറയുന്ന ആ സർക്യൂട്ടിന് അവസാനം വരുന്ന I2വും I3യും കൂട്ടിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? I2വും I3യും കൂട്ടിക്കഴിഞ്ഞാൽ I1 കിട്ടും. അത് നിങ്ങളൊന്ന് ചെയ്യാം മക്കളെ. I2 എത്രയാണ്? 4/17 ആണ്. I3 എത്രയാണ്? 6/17. എന്ത് സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളായിട്ട് ചെയ്യേണ്ടത്, ഞാൻ തന്നെ ചെയ്തോളൂ. 4/17 പ്ലസ് 4/17ൻ്റെ കൂടെ 6 ഡിവൈഡഡ് ബൈ 17 ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 17
17 ഡിനോമിനേറ്ററിലുണ്ടാവും. 4ഉം 6ഉം കൂട്ടിക്കാൻ എത്രയാണ് 10. സോ ആൻസർ വിൽ ബി 10/17 ആംപിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ I1 10/17 ആംപിയർ ആണെന്ന് കിട്ടുന്നു. പിന്നെയോ I2 എത്രയാണ് 4/17 ആംപിയർ ആണെന്ന് കിട്ടുന്നു. I3 ആണെങ്കിലോ 6/17 ആംപിയർ ആണെന്ന് കിട്ടുന്നു. I4 ആണെങ്കിലോ -2/17 ആംപിയർ ആണെന്ന് കിട്ടുന്നു. മക്കളെ, അപ്പോൾ ഇതാണ് ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. ഓവറോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ട് ഓരോന്ന് കേസ് നോക്കാം. ഞാൻ ഓരോ കേസുകൾ നോക്കി, പിന്നെ അവസാനം എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം കേട്ടോ. ഞാൻ ആ മെയിൻ ആയിട്ടുള്ള I1, I2, I3 ആൻഡ് I4 ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. മക്കളെ, ഇതിന് ഡൗട്ട് കാര്യങ്ങൾ വരും ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് ചോദിച്ചോ. അപ്പോൾ നന്നായിട്ടൊന്ന് കണ്ട് മനസ്സിലായാലും ഒന്നുകൂടെ ഒന്ന് കണ്ട് ഓരോ ഇക്വേഷൻസ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 3.8 വീണ്ടും കണ്ടുമുട്ടാം. സോ എന്ത് ഡൗട്ടാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്നായിട്ട് അത് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം മക്കളെ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.